ഹായ് ഗായ്സ്, ദ ഗിൽബ്രോ എന്ന് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 13th വീക്ക് ഒഫീഷ്യലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്ന് രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ അവസാനിക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നാളെയാണ് ലാലേട്ടൻ്റെ ഷൂട്ട് നടക്കാൻ പോകുന്നത്. എന്തായാലും നാളെ 1 or 2 മത്സരാർത്ഥികളാകും പുറത്താകുന്നത്. അതിൻ്റെ എല്ലാ അപ്ഡേഷനും നമ്മുടെ മറ്റൊരു ചാനലുണ്ട്, പ്രാഡോ ടോക്സ് എന്ന് പറഞ്ഞ ചാനൽ. അത് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ വിടുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് പോയി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനലിൽ വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് അപ്ഡേറ്റുകളും അറിയാം. അതിനായിട്ട് ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് രാവിലെ അപേക്ഷിച്ച് വളരെ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 3 മണി വരെയുള്ള വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അത് അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷ് വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനീഷ് തരംഗം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ പൊസിഷൻ ഒരു ഘട്ടത്തിനും വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടുള്ള 78,233 എന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിൽ 1ാം പൊസിഷനിലാണുള്ളത്. 2ാം പൊസിഷനിൽ അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോൾ തൻ്റെ നീല നല്ല രീതിയിലൊന്നും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ വോട്ടിങ്ങിൻ്റെ എണ്ണം ക്രമാതീതമായി കൂട്ടാൻ അനുമോൾക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം അനീഷിൻ്റെ തൊട്ടു പിന്നിലായി 72,345 എന്ന വോട്ടിൻ്റെ ബലത്തിൽ 2ാം പൊസിഷൻ തന്നെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. 3ാം പൊസിഷനിൽ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസിന് യാതൊരു മാറ്റമില്ലാണ്ട് 3ാം പൊസിഷൻ തന്നെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. 54,211 എന്ന നല്ലൊരു വോട്ട് നേടിയാണ് 3ാം പൊസിഷൻ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത്. 4ാം പൊസിഷൻ ആദില തന്നെയാണ് തുടരുന്നത്. യാതൊരു മാറ്റവുമില്ലാണ്ട് ആദിലയും വമ്പിച്ചൊരു മുന്നേറ്റം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ട് സേഫ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 49,100 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 5ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബറും ഒരിടയ്ക്ക് ഒന്ന് പതറിയെങ്കിലും പിന്നീട് ഒന്ന് കരകയറി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 45,100 വോട്ടിൻ്റെ ബലത്തിലാണ് 5ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിൽ നിന്ന് മാറി സേഫ് സോണിലേക്ക് വന്നത്. 6ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റം നടത്തി സാബുമോൻ വീണ്ടും കയറി വന്നിരിക്കുകയാണ്. നെവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് സാബുമോൻ വളരെ ചെറിയൊരു വോട്ടിൻ്റെ ലീഡിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ 44,058 വോട്ട് നേടി 6ാം പൊസിഷനിൽ തുടരുകയാണ്. 7ാം പൊസിഷനിലേക്ക് നെവിൻ വീണുപോയിരിക്കുകയാണ്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് 7ാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിലെ വോട്ടിംഗ് നെവിന് നിർണായകമാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ 44,008 വോട്ടോട് കൂടി 7ാം പൊസിഷൻ.